ഹലോ, നമസ്കാരം. ഇന്ന് ചില ചാനലുകൾ നമ്മൾക്ക് നോക്കാം. ഇവയിൽ ഭൂരിഭാഗവും സ്പിരിച്വാലിറ്റിയോട്, ആത്മീയതയോട് കുറച്ച് താല്പര്യമുള്ള, ആഭിമുഖ്യമുള്ള ചാനലുകളാണ്. സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒപ്പം പറയേണ്ടതാണ് നിരീശ്വരവാദത്തെക്കുറിച്ചും. ഇന്ന് കേരളത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന നിരീശ്വരവാദി ആരാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ തന്നെ പറയാം, സി രവിചന്ദ്രൻ ആണ്. RC എന്ന് അദ്ദേഹത്തിൻ്റെ ഫാൻസുകൾക്കിടയിൽ പ്രശസ്തനായിരിക്കുന്ന സി രവിചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ രസമാണ്. ഞാനും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു സംഗതിയെയും, ഉദാഹരണത്തിന് ഹിന്ദുയിസത്തിനെ അദ്ദേഹം വിമർശിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള ഹിന്ദു ഫിലോസഫിയെയും അതോടനുബന്ധിച്ചുള്ള ആദിശങ്കരാചാര്യർ അടക്കമുള്ള സന്യാസി വര്യന്മാരെയാണ് അദ്ദേഹം ഒറ്റ വാക്കിൽ തള്ളിക്കളയുന്നതായി കാണാം. അതുപോലെ തന്നെ മെഡിറ്റേഷനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത്, വെറുതെ ചുമ്മാ കുത്തിയിരുന്നാൽ ആർക്കും ഒരു സുഖം കിട്ടും എന്നൊക്കെയാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ബുക്സുകൾ ഞാൻ വായിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, എങ്കിലും ചില സ്പീച്ചുകൾ അദ്ദേഹത്തിൻ്റെ കേട്ടതുകൊണ്ട് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരും ആധികാരികമായി എടുക്കേണ്ടതില്ല. ഇത് എൻ്റെ വ്യൂ പോയിൻറ്റിൽ നിന്നുള്ള ചില സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില ചാനലുകളെ കുറിച്ചുള്ള സംസാരവും എൻ്റെ വീക്ഷണവും എൻ്റെ അഭിപ്രായങ്ങളും മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ശ്രീരാജ് മേലത്തിൻ്റെ വീഡിയോകളെ കുറിച്ച് പറയാം. അദ്ദേഹം ആദ്യം ഒരു മോട്ടിവേറ്റർ സ്പീക്കറായിട്ടാണ് ചാനലുകളിൽ വീഡിയോ അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു പാതയിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്തത്. തന്നിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട്, എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട്, നമ്മിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട്, ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. അത് അദ്ദേഹം പറയുന്നത് മുഴുവനും ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ ലൈവ് വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു ടെക്നിക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. പ്രായോഗികമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വളരെ രസകരമായും കുറച്ചൊക്കെ എനിക്ക് എന്തോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായി തോന്നിയതുകൊണ്ടാണ് ആ ചാനലിനെ കുറിച്ച് ഞാൻ പറയുന്നത്. പക്ഷേ പിന്നീട് വീണ്ടും അദ്ദേഹം ഒരു ഇവല്യൂഷൻ അദ്ദേഹത്തിൽ സംഭവിക്കുകയാണെന്ന് തോന്നുന്നു സ്പിരിച്വലി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം മറ്റൊരു മെഡിറ്റേഷൻ പ്രോഗ്രാമുമായി മുന്നോട്ട് പോവുകയാണ്. സഹജമാർഗ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ പിന്നാലെ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു പുതിയ മെത്തേഡിലൂടെ ആത്മീയതയുടെ പാതയിൽ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി എങ്ങനെ ആത്മീയമായി രൂപാന്തരം പ്രാപിക്കുന്നു എന്നുള്ളത് നമുക്ക് ശ്രീരാജിൻ്റെ വീഡിയോയിൽ കൂടെ വാച്ച് ചെയ്യാവുന്നതാണ്. ഈയിടെയായി ഏകദേശം ഒരു മാസത്തോളമായി അദ്ദേഹം പുതിയ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. ഒരു പക്ഷേ തിരക്ക് കൊണ്ടോ അതല്ലെങ്കിൽ കൂടുതൽ അദ്ദേഹം ആത്മീയതയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് കൊണ്ടാണോ എന്നറിയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ അടുത്ത് തന്നെ വരും എന്ന് പ്രതീക്ഷിക്കാം. ശ്രീരാജിലൂടെ തന്നെ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് സെബാസ്റ്റ്യൻ ഈപ്പൻ. സെബു എന്ന് അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേരാണ് വണ്ടർഫുൾ ലിവിങ്. ക്ലബ് ഹൗസിൽ നിന്നാണ് ഇവരെല്ലാം, ശ്രീരാജ് അടക്കമുള്ളവർ, തമ്മിൽ പരിചയപ്പെടുന്നതെന്ന് തോന്നുന്നു. സെബുവിന് പറയാനുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയാണ്. അവരുടെ ചാനൽ വണ്ടർഫുൾ ലിവിങ് കണ്ടാൽ ഏതൊരാൾക്കും മനസ്സിലാവും. അവിടെ സെബുവിനെ കൂടാതെ ഷാഫി, ജനിയ, പിന്നെ ഒരു അമേരിക്കൻ ലേഡിയും ആണ് മെമ്പേഴ്സായിട്ടുള്ളത്. ഇവരുടെ 4 പേരുടെയും വീഡിയോകൾ, അവരുടെ പ്രഭാഷണങ്ങൾ, അവരുടെ നിരീക്ഷണങ്ങൾ എല്ലാം നമ്മൾക്ക് വണ്ടർഫുൾ ലിവിങ്ങിലൂടെ കാണാം.
സെബാസ്റ്റ്യൻ ജി പറയുന്നത് തന്നിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ തന്നെയാണ്. ഏകദേശം ശ്രീരാജിൻ്റെ ഫിലോസഫിയോട് സാമ്യമുള്ളതാണെന്ന് തോന്നുമെങ്കിലും ചിലയിടങ്ങളിൽ അവർ തമ്മിൽ വ്യത്യാസം കാണുന്നതായി കാണാം. അവർ തമ്മിലുള്ള വൈരുദ്ധ്യം പ്രകടമായി കാണാം. ശ്രീരാജോ അതുപോലെ തന്നെ ഞാനോ സെബുവിൻ്റെ വീഡിയോകളെ ഒരിക്കലും നിങ്ങൾ ഫോളോ ചെയ്യണമെന്നോ അതുപോലെ തന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ചൂണ്ടിക്കാണിക്കുന്നു എത്രമാത്രം. സെബു ഇപ്പോൾ താമസിക്കുന്നത് അതിരപ്പള്ളിയിലാണ്. അവിടെ നിന്നാണ് അവരുടെ മുഴുവൻ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നതും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അതേ പാതയിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതികളോട് സാമ്യമായിട്ടുള്ള മറ്റ് വ്യക്തികളുമായിട്ടുള്ള ഇൻ്റർവ്യൂവും ഈ ചാനലിൽ കാണാൻ പറ്റുന്നതാണ്. ഇവരുടെ രീതികളെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. ഇവരെങ്ങനെ പൊതുവെ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നതായി കാണാം. അവരുടെ റൂമിൽ ഇടയ്ക്ക് കുക്ക് ചെയ്യുന്നത് കാണാം. ഇവരുടെ ഇൻകം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു അവർ എന്ത് പണിയും ചെയ്യും. അങ്ങനെയാണ്. പണിക്ക് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനൊന്നും പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ എല്ലാം ഈ ഭൂമിയിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എല്ലാവരും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും അതിനെക്കുറിച്ചൊന്നും വ്യക്തമായി അവർ പറയാറോ ചർച്ച ചെയ്യാറോ ഒന്നുമില്ല. ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് അവർ കാട്ടിത്തരുന്നത്. ഇഷ്ടമുള്ളവർക്കത് കാണാം, അതിനെ തള്ളിപ്പറയാം, സ്വീകരിക്കാം. എല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടം. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. മീ ടു മീ മെഡിറ്റേഷൻ ചാനൽ. ഈ ചാനലിലൂടെ കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആത്മീയമായി വളരെയധികം ഡെവലപ്പ് ചെയ്ത വ്യക്തികളുമായിട്ടുള്ള ഇൻ്റർവ്യൂകളാണ്. സത്സംഗം എന്ന പേരിലാണ് ഇത് ഈ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇവരുമായിട്ടുള്ള സംസാരങ്ങളെ സത്സംഗം എന്ന് പറയുന്നു. ഇതിൽ സെബു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ജിയും ഇതിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഒരു സത്സംഗം ഈ ചാനലിലൂടെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ വിജയൻ ജി, ഇന്ദു ജി ആയിട്ടുള്ള ഇൻ്റർവ്യൂ സത്സംഗം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആത്മീയതയിൽ താല്പര്യമുള്ളവർക്ക് കണ്ടിരിക്കാവുന്ന ഒരു ചാനലായിട്ട് ഇതിനെ റെക്കമെൻഡ് ചെയ്യാം. ഇതിൽ പറയുന്ന കാര്യങ്ങളും മറ്റും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുകയോ തള്ളുകയോ ആവാം. പക്ഷെ വളരെ ഒരു നല്ല ചാനലാണ്. അവധൂത് ജിയുടെ നേതൃത്വത്തിലുള്ള ഈ മീ ടു മീ ചാനൽ. സ്പിരിച്വാലിറ്റി അഥവാ ആത്മീയത ജീവിതത്തിൽ വേണമോ എന്ന് ചോദിച്ചാൽ അത് വ്യക്തികൾക്ക് അനുസരിച്ചാണ്. വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് ഇതൊന്നും താല്പര്യമുണ്ടാവില്ല. എന്തിനാണ് വെറുതെ സമയം പാഴാക്കുന്നത് എന്ന് ചോദിക്കും. ചിലർക്ക് താല്പര്യം കാണാം. അതിന് തന്നെ പല കാരണങ്ങളും ഈ മേഖലയിലുള്ളവർ പറയാറുണ്ട്. ഒരുപക്ഷെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ സോളിന് അത്രയും സമയം ആയിട്ടില്ല, അല്ലെങ്കിൽ അത് ഒരു ബാലൻ അല്ലെങ്കിൽ ബാലികയാണ്, അല്ലെങ്കിൽ ഒരു ശിശുവായിട്ടുള്ള ഒരു സോളാണ്. അങ്ങനെയുള്ളവർക്കാണ് ഇതിൽ താല്പര്യമില്ലാത്തതെന്നും കൂടുതൽ മാച്വർ ആയിട്ടുള്ള സോൾ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ താല്പര്യം വരും എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഓരോരുത്തരും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. എങ്കിലും വ്യക്തിപരമായിട്ട് എനിക്ക് ഒരൽപ്പം ആത്മീയത ലൈഫിൽ കൂട്ടിക്കലർത്തിയാൽ അത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ലൈഫിൽ ജയവും പരാജയവും കഷ്ടനഷ്ടങ്ങളും എല്ലാം വരുന്നതാണ്. അത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാണ്. അതിനുവേണ്ടി ചിലപ്പോഴൊക്കെ ചിലർക്ക് അതിന് സപ്പോർട്ടായിട്ടുള്ള അവരെ സപ്പോർട്ട് ചെയ്യാൻ
ഫ്രണ്ട്സോ അതുപോലെ തന്നെ മറ്റുള്ളവരോ കാണും. ചിലർക്ക് ഇതൊന്നും കണ്ടിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഒരു ആത്മീയത ഒരുപക്ഷെ ഒരു താങ്ങായി വർക്ക് ചെയ്യും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ചില രീതികൾ, ഈ പറഞ്ഞ വീഡിയോകളിൽ പറയുന്ന ചിലരുടെ ചില ടെക്നിക്കുകൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ പെർഫെക്റ്റ് ആവാനും സാധിക്കും എന്നുള്ളത് ഒരു ഇതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ വ്യക്തിപരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്വയം പഠിച്ചുകൊണ്ടും നിരീക്ഷിച്ചുകൊണ്ടും വിലയിരുത്തിക്കൊണ്ടും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇന്നേക്ക് ഇത്രമാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.